ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചാൻ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോ കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് സിനിമയ്ക്ക് പോയായിരുന്നു. പിന്നെ ഞാൻ റിവ്യൂ ഇടാൻ മടിയായതുകൊണ്ട് ഇടാഞ്ഞാണ്. അങ്ങനെ ഇന്ന് കളങ്കാവൽ സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. കാരണം മമ്മൂക്ക കുറേ നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വരുന്ന മമ്മൂക്കയുടെ ഒരു സിനിമയാണ്. നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ പോകും കേട്ടോ. അപ്പം ഗായ്സ് കണ്ട് വന്നിരിക്കുകയാണ്. ഇതിനെ ഡയറക്റ്റഡ് ഫ്രം ജിതിൻ കെ ജോസ്. പിന്നെ മമ്മൂട്ടി കമ്പനിയാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് മ്യൂസിക് ബൈ മുജീബ് മജീദ്. പുള്ളി ടക്കനായിട്ട് ചെയ്തുകൊണ്ടാണ്. എനിക്ക് മ്യൂസിക് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമ ബേസ് ഇത് പറയാനാണെങ്കിൽ സംഭവം ഫസ്റ്റ് ഹാഫ് ഫുള്ള് മമ്മൂക്ക ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ വിനായകൻ അങ്ങ് കയറും. ആ ലെവലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം പറയാനാണെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിച്ച് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്ക പറഞ്ഞ പോലെ വിനായകൻ എന്നൊരു നടൻ ഈ സിനിമയ്ക്കകത്ത് എന്താണെന്ന് കാണിക്കുന്നുണ്ട്. ഇതൊരു നമുക്ക് അറിയാം എന്തുവാ സൈനൈഡ് സ്റ്റാൻലിൻ എന്ന് പറഞ്ഞ ആ ഒരു സംഭവമാണ്. അതായത് ഒരു കില്ലിംഗ് സീരീസ് ആണ് സംഭവം. പക്ഷെ അത് ചെയ്തിരിക്കുന്നതും പിന്നെ ആ ഒരു എന്താ പറയുന്ന ഒരു കൊലപാതകം ചെയ്യുന്ന ഒരു പാറ്റേണും കാര്യങ്ങളും എല്ലാം ആ ഒരു സംഭവം എല്ലാം നല്ല പൊട്ടക്കനായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് അത് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട്. കാരണം നമ്മൾ ചിലപ്പോൾ എത്തും ആ ഒരു കേസിൻ്റെ ആ സമയത്തേക്ക് എത്തും നമ്മൾ വിചാരിക്കും. പക്ഷേ എന്തോ പറയുന്ന എത്തത്തില്ല. അതാണ് സംഭവം. പിന്നെ ഇതിനകത്ത് എടുത്തു പറയാനായിട്ടാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ ഫസ്റ്റ് ഹാഫ് എനിക്ക് എൻ്റെ ഒരു ഇത് പറയാനാണെങ്കിൽ എനിക്ക് ഇച്ചിരി ലാഗായിട്ട് തോന്നിയെങ്കിലും പക്ഷെ ഫസ്റ്റ് ഹാഫ് ആ ഇൻ്റർവെല്ലിൽ എത്തുമ്പോൾ ഒരു സീനുണ്ട്. എൻ്റെ മോനെ അവിടെ ഒരു കയ്യടി അങ്ങ് തുടങ്ങി. കാരണം എന്താണ് നമ്മൾ പക്ഷേ അത് പ്രിഡിക്റ്റ് ചെയ്തില്ല കേട്ടോ. ആ ഒരു സംഭവം എന്താണെന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തില്ല. ഇൻ്റർവെല്ല് പഞ്ച് പൊളി സാധനമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സും എടുത്ത് വെച്ചിട്ട് ആ ഒരു വിനായകൻ്റെ ക്ലൈമാക്സിൽ ഒരു 10-15 മിനിറ്റത്തെ ഒരു സംഭവമുണ്ട്. പോട്ടക്കം സാധനമായിരുന്നു. ഇതിൻ്റെ സ്റ്റോറി ബേസ് നമുക്ക് ഇതിനകത്ത് എന്തുവാ നമുക്ക് നോർമലി എനിക്ക് തോന്നുന്നു ഒരു ഇത് തന്നെ ഒരു കില്ലിംഗ് സീരീസ് തന്നെയാണ്. അത് തെളിയിക്കാൻ വേണ്ടി വരുന്ന വിനായകൻ. അപ്പം ഇതിനകത്ത് വിനായകന് കൊടുത്തൊരു പേരുണ്ട് നത്തെന്ന് പറഞ്ഞു. അത് പുള്ളി ലാസ്റ്റ് അതിനകത്ത് പറയുന്നൊരു ഡയലോഗുണ്ട്. ഇത് കിടുക്കാച്ച സാധനമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പടം പേഴ്സണലി എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ട്. അപ്പം നിങ്ങളെന്തായാലും പോയി കണ്ടോ. എനിക്ക് ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഒരു എന്താ പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളെന്തായാലും പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറ. അപ്പോൾ നമുക്ക് അടുത്തൊരു സിനിമയുടെ റിവ്യൂ ഇട്ട് വരാം. ബൈ.